കൊങ്ങൻപടിയുടെ നാടായ ചിറ്റൂരിൽ ഫ്ലഡ് ലൈറ്റ് ടെന്നീസ് ക്രിക്കറ്റ് ലീഗിന് കളമൊരുങ്ങുന്നു. ചിറ്റൂരിന്റെ കലാകായിക രംഗങ്ങളിൽ മുഖമുദ്ര പതിപ്പിച്ച ഗാലക്സി ക്ലബ്ബാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. 26 മുതൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരം ചിറ്റൂർ ബോയ്സ് സ്കൂളിലാണ് നടക്കുന്നതെന്ന് ക്ലബ് പ്രസിഡന്റ് ടി രാജു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 8 ടീമുകളിലായി 104-ൽ പരം കളിക്കാരെ അണിനിരത്തിക്കൊണ്ടുള്ള ലെജൻഡ് പ്രീമിയർ ലീഗും 10 ടീമുകളായി 150-ൽ പരം കളിക്കാരെ ഉൾക്കൊള്ളിച്ചുള്ള ഗാലക്സി പ്രീമിയർ ലീഗുമാണ് ചിറ്റൂരിൽ നടക്കുക. 35 വയസ്സിൽ പ്രായക്കൂടുതലുള്ളവരെ ഉൾപ്പെടുത്തി ജില്ലയിലെ കളിക്കാർ അണിനിരക്കുന്ന ടീമുകൾ കളത്തിലിറങ്ങുന്ന മത്സരമാണ് ലെജൻഡ് ലീഗ്. 3 ദിവസങ്ങളിലും വൈകിട്ട് 6-ന് മത്സരങ്ങൾ ആരംഭിക്കും. ഒരു ടീമിന് 8 ഓവർ വീതമായിരിക്കും കളിക്കേണ്ടി വരിക. എല്ലാ ക്രിക്കറ്റ് നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് മത്സരങ്ങൾ നടക്കുന്നതെന്നും ടി രാജു പറഞ്ഞു. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രീമിയർ ലീഗിന് ചിറ്റൂരിൻ്റെ മണ്ണിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. 2 പ്രീമിയർ ലീഗായിട്ട് നടത്തുന്നത് നാളെ, അതായത് 26-ാം തീയതി ലെജൻഡ്സ് പ്രീമിയർ ലീഗും 27, 28 ഓപ്പൺ പ്രീമിയർ ലീഗുമായിട്ടാണ് നടത്തുന്നത്. ഗാലക്സി ഇങ്ങനെ ഇതുപോലുള്ള പ്രീമിയർ ലീഗ് നടത്താനുള്ള ഉദ്ദേശം നല്ല നിലവാരമുള്ള പ്രീമിയർ ലീഗ് നടത്തുക, നല്ല കളിക്കാരെ തിരഞ്ഞെടുക്കുക, ഈ കളിക്കാർക്ക് നല്ല വേദി ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്രയും വലിയ സാമ്പത്തിക ചെലവുള്ള ഈ ഒരു പ്രീമിയർ ലീഗ് നടത്തുന്നത്. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെയും ടെന്നീസ് ബോൾ ക്രിക്കറ്റ് അസോസിയേഷന്റെയും പൂർണ്ണ പിന്തുണയോടെയാണ് മത്സരങ്ങൾ. സംസ്ഥാനത്ത് ഏറ്റവും വലിയ സമ്മാനത്തുക 4,10,000 രൂപയാണ് ഗാലക്സി പ്രീമിയർ ലീഗിലെ വിജയികൾക്ക് സമ്മാനിക്കുക. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കളിക്കാർ പങ്കെടുക്കും. കളിക്കാരെ ലേലപ്രകാരമാണ് തെരഞ്ഞെടുത്തതെന്നും സംഘാടകർ അറിയിച്ചു. 26-ന് വൈകിട്ട് 6-ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ലെജൻഡ് പ്രീമിയർ ലീഗ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ താരം അനീഷ് പി രാജൻ വിശിഷ്ടാതിഥിയാവും. 27-ന് നടക്കുന്ന ചടങ്ങിൽ മുൻ ഇന്ത്യൻ താരം ടിനു യോഹന്നാൻ ഗാലക്സി പ്രീമിയർ ലീഗ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങുകളിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ ക്ലബ് സെക്രട്ടറി നിതിൻ നാഥ് എസ്, കെ കൃഷ്ണദാസ്, സുഭാഷ് എസ്, സർദാജ് കെ, സനൽ ജി എന്നിവരും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.